ഇത് വേദത്തിൻ്റെ തലയിലെഴുത്താണ്. ക്രിസ്തുവിന് മുമ്പത്തെ നൂറ്റാണ്ട് 2ലോ 3ലോ യാസ്കൻ എഴുതിയതാണ് വേദവ്യാഖ്യാനമായ നിരുക്തം. അന്ന് തന്നെ വേദാർത്ഥം തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നുവത്രേ. ഇന്നു ബാക്കിയുള്ള അർത്ഥവും പോയി. കഴിഞ്ഞ 1000 കൊല്ലങ്ങളിൽ വേദത്തിന് വന്ന നാശം മറ്റൊരു മഹാഗ്രന്ഥത്തിനും സംഭവിച്ചിട്ടില്ല എന്ന് തോന്നിപ്പോകുന്നു. എനിക്ക് തോന്നിയതല്ല. കുമാരില ഭട്ടനെപ്പോലുള്ള മഹാപണ്ഡിതന്മാർ അതേക്കുറിച്ച് വളരെയധികം ദുഃഖിച്ചിട്ടുണ്ട്. വേദങ്ങളുടെ എത്രയോ ചരണങ്ങളും ശാഖകളും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ബ്രാഹ്മണർ വേദപഠനത്തിൽ ശ്രദ്ധ കുറച്ചു. ഉപജീവനത്തിന് വേണ്ടിയുള്ള വേദപ്രയോഗത്തിന് അവർ മുൻതൂക്കം കൊടുത്തു. അഥർവവേദത്തിൻ്റെ ഒരു ബ്രാഹ്മണം ഒഴിച്ച് ബാക്കി മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. എന്നിട്ടോ ബാക്കിയായതിൻ്റെ കാര്യമോ? വേദം പൂജ്യവസ്തുവായി, പാഠ്യവസ്തു അല്ലാതായി. കൗസൻ എന്ന ഒരു വേദാധ്യാപകനെ യാസ്കൻ നിരുക്തത്തിൽ ഇട്ടിരിക്കുന്ന ഇടി ഞാൻ ഇപ്പോഴും സന്തോഷത്തോടുകൂടി കേൾക്കുന്നു. കാരണം അനർത്ഥക മന്ത്ര എന്ന് പറയാൻ ധൈര്യപ്പെട്ട ഭയങ്കരനാണ് കൗത്സ്യൻ. മന്ത്രത്തിന് അർത്ഥമില്ലത്രേ, ഉണ്ടെങ്കിൽ വേണ്ടത്രേ, വെറുതെ ചൊല്ലിയാൽ മതി, അതായത് ഓത്തുമതി, പുണ്യം കിട്ടും. ഇന്ത്യയുടെ പൂർവ്വപുണ്യം പോയത് ഇങ്ങനെയാണ്.